മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് സിനിമ പോലെ കോമഡി ഫുൾ നിങ്ങളെ ബോയിങ് എന്റെ പൊന്നെ അതിന്റെ അയലൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ കൊടുത്തു. പറയേണ്ടത് സ്ക്രിപ്റ്റ് സ്റ്റോറിയേക്കാളൊക്കെ ഉപരി ഷൈൻ ടോമിന്റെ ഒരു പെർഫോമൻസ് ആണ്. എങ്ങനെയുണ്ട് പടം? പടം കോമഡി കൊള്ളാം, ഒരു പാട്ടും കൊള്ളാം, കോമഡിയും ഉണ്ട്. കഥയുണ്ട്. ഈ മറ്റേ മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് സിനിമ പോലെ കോമഡി ഫുൾ നിങ്ങളെ ഷൈമൻ ചാക്കോ രണ്ടുപേരും കുഴപ്പമില്ല. സൂപ്പറായിട്ട് കോമഡി കോമഡി കോമഡിയാണ്. ഞരമ്പ് രോഗി എന്ന് പറയും, അതുപോലെ കോമഡി. ബോറെന്ന് പറഞ്ഞാൽ കട്ട ബോർ, ഒരു കണ്ടന്റും ഇല്ല ഫിലിമില്. ചുമ്മാ വിഹിത 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 അത്രയാണ്, ഒന്നുമില്ല പടത്തിൽ. ബോയിങ് എന്റെ പൊന്നെ അതിന്റെ അയലൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളില്ല, അത്രയും കൂറ പടം കൊള്ളൂല. പന്ന പടം ഫാമിലിയായിട്ട് കാണാൻ അഭിനയിച്ചതെല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ചിരിച്ച് ഒരുപാട് ചിരിച്ചു. ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാറ് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതായത് ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ 5-6 ക്യാരക്ടേഴ്സാണ് സ്ക്രീനിൽ കൂടുതലും ഉള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ദീപ്തി സതി, പിന്നെ ചാന്ദിനി എന്നാണ് തോന്നുന്നു അവരുടെ പേര്, പുള്ളിക്കാരി, അജു വർഗീസ്, അങ്ങനെ ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എന്താ പറയുക തമാശകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ആവറേജ് മൂവി, നമുക്കൊന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു സിറ്റുവേഷൻ കോമഡീസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്ന കൗണ്ടേഴ്സും കാര്യങ്ങളാണ്. ഓവറോൾ കുഴപ്പമില്ല, 2 മണിക്കൂർ ഡ്യൂറേഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് സ്റ്റോറിയേക്കാളൊക്കെ ഉപരി ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടേക്കുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കും.